ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ സൈനിക് സ്കൂൾ, അതായത് ഞാൻ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ചാനലിൽ സൈനിക് സ്കൂളിൻ്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ കേരളത്തിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ആരും തന്നെ അത് അപ്ലൈ എഴുതുകയൊന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ എന്നാലും നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് കുറച്ച് വേക്കൻസികൾ, അതായത് പെർമനന്റ് വേക്കൻസികൾ സൈനിക് സ്കൂളിൻ്റെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷൻസ് ഞാൻ ഈ വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ സൈറ്റിൽ കയറി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. വീഡിയോ ഫുള്ള് കാണുക, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. വീഡിയോ ഫുള്ള് നിങ്ങൾ കാണുക. അതിനുശേഷം ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർ, ഈ കാറ്റഗറിയിൽപ്പെട്ടവർ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇത് കർണാടകയിൽ നമ്മളെ കൊടക്, ഓക്കെ, നമ്മുടെ സംസ്ഥാനത്ത് തൊട്ടടുത്തുള്ള കൊടകിലാണ് ഈ വേക്കൻസീസ് വന്നിരിക്കുന്നത്. കൊടക് ഡിസ്ട്രിക്റ്റിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം പെർമനന്റ് വേക്കൻസി, എല്ലാ വേക്കൻസികളും വളരെ റയറായിട്ടാണ് സൈനിക് സ്കൂളുകളിൽ പെർമനന്റ് വേക്കൻസികൾ വിളിക്കാറുള്ളത്. അപ്പോൾ ആ പെർമനന്റ് വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോക്കുക, ഡീറ്റെയിൽ കറക്റ്റ് നോക്കുക. അതിനുശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതായത് ആദ്യമേ പറയാനുള്ളത് 21 ഈ മാസം ഓഗസ്റ്റ് 21 ലാസ്റ്റ് ഡേറ്റ്. ഇത് ഓഫ്ലൈനാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ 10th മുതൽ നമ്മുടെ ഹയർ ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റ് ചെയ്ത കോപ്പി പ്ലസ് ഇതിൻ്റെ ഫീസ് ഉൾപ്പെടെ അത് അയച്ചു കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഇവിടെ ഉണ്ട്, ഈ നോട്ടിഫിക്കേഷനുണ്ട്. ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം അപ്ഡേറ്റ് ചെയ്ത് തരാം. ബാക്കിയെല്ലാം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കോൾ ചെയ്തോ മെസ്സേജ് ചെയ്തോ ചോദിച്ചു കഴിഞ്ഞാൽ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. ഓക്കെ, സൈനിക് സ്കൂൾ കൊടക് ഡിസ്ട്രിക്ട്സ്. ഓക്കെ, അപ്പോൾ അതിൽ വിളിച്ചിരിക്കുന്നത് ഒന്ന് PGT കെമിസ്ട്രിയാണ്. STക്കാണ് അത് റിസർവ് ചെയ്തിരിക്കുന്നത്. ST കമ്മ്യൂണിറ്റിക്കാണ് 40 വയസ്സ്. അറിയാമല്ലോ, PGT ആകുമ്പോഴത്തെ നമുക്കറിയാം, നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ PG പ്ലസ് BEd ആണ്. അതിൽ CTETോ KTETോ നെറ്റോ സെറ്റോ ഒന്നും തന്നെ വേണ്ട, ജസ്റ്റ് PG പ്ലസ് BEd മാത്രം മതി. ഓക്കെ, പിന്നെ അടുത്തത് TGT ഇംഗ്ലീഷ് ആണ്, അത് SC ആണ്. TGT ആകുമ്പം നമുക്കറിയാം സാധാരണയായിട്ട് TGT ക്വാളിഫിക്കേഷൻസ് വിളിക്കുമ്പോഴത്തേക്ക് ഡിഗ്രി പ്ലസ് BEd പ്ലസ് CTET 2 ആവശ്യമാണ്. ഡിഗ്രി BEd CTET 2 മസ്റ്റായിട്ട് വേണം. ഇതുള്ളവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. PGTക്ക് 40 വയസ്സാണ് പ്രായപരിധി എങ്കിൽ TGTക്ക് 35 വയസ്സാണ് പ്രായപരിധി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് കേരളത്തിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റിസർവേഷൻ കിട്ടത്തില്ല. നോർമലി 10 ഇയർ 7 ഇയറോളം റിസർവേഷൻ കർണാടകക്കാർക്ക് കിട്ടും. നമുക്ക് 35 ഇയറേ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള TGT ഇംഗ്ലീഷ് SC ഒരെണ്ണം, TGT ഹിന്ദി ST 1, TGT സോഷ്യൽ സയൻസ് OBC 1. ഓക്കെ, ഇതിന്റെ എല്ലാം നമുക്ക് കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി എന്നുള്ളത് 35 വയസ്സാണ് TGTക്ക്. ഓക്കെ, അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ TGT സോഷ്യൽ സയൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷൻ നമുക്ക് KVക്കും NVക്കും EMRസിനും കണ്ടതുപോലെയുള്ള സബ്ജക്ട് കോമ്പിനേഷൻസുകളുണ്ട്. കാൻഡിഡേറ്റ്സ് ഹിസ്റ്ററി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് അഗ്രിഗേറ്റ് ഓഫ്, പിന്നെ ജിയോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കണം. പിന്നെ ജോഗ്രഫി, അതായത് ഹിസ്റ്ററി മെയിൻ പഠിച്ചവർക്കും ജിയോഗ്രഫി മെയിൻ പഠിച്ചവർക്കും അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഞാൻ വീഡിയോ അധികം ദീർഘിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് അതിൻ്റെ പൂർണ്ണമായിട്ടും വായിച്ചുകൊണ്ടിരിക്കാത്തത്. അപ്പോൾ കറക്റ്റ് കോമ്പിനേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് ആ കോമ്പിനേഷൻ ഉള്ളവർക്ക് അതിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ഒരു പോസ്റ്റേ ഉള്ളൂ എന്ന് വിചാരിച്ച്, അത് PSC ആയാലും PSC പോസ്റ്റുകളൊന്നും നോട്ടിഫൈ ചെയ്യാറില്ല. ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക, 1 ഉണ്ടോ 100 ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പം സെൻട്രൽ ഗവൺമെന്റ് എല്ലാം തന്നെ വേക്കൻസി കറക്റ്റ് അത് നോട്ടിഫൈ ചെയ്യും. ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, അതായത് ആ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് വേക്കൻസികൾ കൂടാം. അതല്ലാതെ പറയാനുള്ളത് ഈ ഒരു വേക്കൻസി നമുക്കായിട്ട് വെച്ചിരിക്കുന്നതാണെങ്കിലോ
നമ്മളാണെങ്കിലും അല്ല ഫസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വേക്കൻസി ഉള്ളോ അല്ലെങ്കിൽ വേക്കൻസി ഇല്ലേ ആൻറ്റിസിപ്പേറ്റഡ് ആണോ ഒന്നും നോക്കണ്ട. നമ്മുടെ ഡ്യൂട്ടി ഉള്ളിൽ പഠിക്കുക, പരീക്ഷ എഴുതുക എന്നുള്ളതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് അപ്ലൈ ചെയ്യണം. പിന്നെ വരുന്നത് ഇതിൽ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസാണ്. ഫീസ് സ്ട്രക്ചർ OBC കാറ്റഗറിക്ക് 500 SC/ST കാറ്റഗറിക്ക് 350 ഫീസ് എന്ന് പറയുന്നത്. ഫീസ് കൊടുക്കേണ്ട അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് ബാങ്കാണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് SC/ST കമ്മ്യൂണിറ്റിക്ക് ഈ 350 എന്നുള്ള ഫീ റിഡക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, 21 ഓഗസ്റ്റ് 2026 16:30 ഇതിൻ്റെ 1030 അവേഴ്സ്, അതായത് 5 മണി വരെയുള്ള ടൈമിലാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. കോൾ ലെറ്റേഴ്സൊക്കെ അവർ അയക്കും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സാമിനേഷൻ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങളിത് ആപ്ലിക്കേഷൻ അയച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ ബയോഡേറ്റ കാര്യങ്ങളും ബേസ് ചെയ്തുകൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ എന്ത് ചെയ്യുന്നു, റിട്ടൺ എക്സാമിനേഷനും സ്കിൽ ടെസ്റ്റിനും വേണ്ടി ഇൻ്റർവ്യൂവിനും വേണ്ടിയിട്ടൊക്കെ ക്ഷണിക്കും. അപ്പോൾ അങ്ങനെ ക്ഷണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചെല്ലുമ്പോഴുള്ള TA DA കാര്യങ്ങളൊന്നും തരത്തില്ല. നിങ്ങളുടെ സ്വന്തം ക്യാഷ് ചിലവാക്കിയാണ് അതിന് പോകേണ്ടത്. സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സ്കിൽ ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നതേ അതായത് ഇപ്പം ഇതിൽ ടീച്ചിങ് ഞാൻ നോൺ ടീച്ചിങ് പോസ്റ്റ് പലതും വിളിക്കുമ്പോഴത്തേക്കും സ്കിൽ ടെസ്റ്റ് വരും. അതാണ് സ്കിൽ ടെസ്റ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ പറയേണ്ടത് റിട്ടേൺ ടെസ്റ്റ്, ഡെമോൺസ്ട്രേഷൻ, പ്രാക്ടിക്കൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ. അത് നിങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം എന്ന് തോന്നുമെങ്കിൽ മാത്രമേ. ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുമായിരിക്കും. നിങ്ങളുടെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 1 റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും. അത്രേ ഉള്ളൂ. ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കോമൺ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോംസ് തന്നിട്ടുണ്ട്. അതിൽ ഫോട്ടോ ഒക്കെ പേസ്റ്റ് ചെയ്ത് ആണ് അയക്കേണ്ടത്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡിമാൻഡ് ഡ്രാഫ്റ്റായിട്ട് എടുക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം കൊടുത്തത്. അപ്പം അതിനെക്കുറിച്ചൊന്ന് വായിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ഓക്കെ, പിന്നെ ഏജ് ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഡേറ്റ് എത്ര ലാസ്റ്റ് ഡേറ്റ് ഏതാണ് കണക്കാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഞാൻ വേക്കൻസി എല്ലാവരും കേൾക്കാൻ വേണ്ടി ഒന്ന് പറയാം. PGT കെമിസ്ട്രി STക്കാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ TGT ഇംഗ്ലീഷ് SCക്കാണ്, TGT ഹിന്ദി STക്കാണ്, അതുപോലെ TGT സോഷ്യൽ സയൻസ് OBCക്കാണ്. നമ്മുടെ അടുത്താണ്, കൊടകിലാണ്. മാക്സിമം നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും തന്നെ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ KVS NVS EMRS കഴിഞ്ഞ ബാച്ചിൽ നമ്മൾ ഉണ്ടായിരുന്നവർ, എക്സാം എഴുതിയവർ, നല്ല മാർക്കുള്ളവരൊക്കെ KVNVക്കുള്ളവർ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടും EMRSന് വേണ്ടിയിട്ടുള്ളവർ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർഡ് ആകുക എന്നുള്ള കാര്യങ്ങളൊക്കെ ബാക്കിൽ നിന്ന് ക്ലാസ്സുകളായിട്ടും മറ്റുമൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുള്ളവർ വിളിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് ഉടൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പിൻ ചെയ്യുക. നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക കേട്ടോ. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. കാരണം ഒരുപാട് പേരിലേക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാത്ത, ഇത് അത്യാവശ്യമായിട്ട് നിൽക്കുന്ന ഒത്തിരി പേര് കാണുമല്ലോ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ. അവരിലേക്ക് ഇത് എത്തട്ടെ. അല്ലെങ്കിൽ അവരിലേക്ക് മാക്സിമം എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം വേറെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പറയാനില്ല. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.